എന്തുപറ്റി തലേന്ന്? ഒന്നും പറയണ്ട, ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചതാ. രക്ഷപ്പെടാനാ? താനല്ലാതെ ഇയാളുടെ പണിക്ക് വരും. അവര് പറഞ്ഞല്ലേ പണിക്ക് വിളിച്ചു മേലാല എന്നാ ഈ പണിക്ക് വിളിക്കാൻ നിൽക്കട്ടെ. താനായോണ്ടാണ് ഞാൻ വന്നത്. നമ്മ ചെയ്ത് കൊടുക്കേണ്ടത്. ഏടോ ഇതാരാണ്? വീട്ടിലൊരു കല്യാണം ഉണ്ടായിരുന്നു, അതിന് പോയിട്ട് വന്ന വഴിയാണ്. എന്തായി? ഈ വേഷത്തിലാ? എന്താ ഈ വേഷത്തിൽ പോകാൻ പാടില്ല? അല്ലേട്ടാ, സത്യത്തിൽ എന്താ പറ്റിയത്? രാത്രിയിൽ കക്കൂസക്ക് പോയപ്പോ തലയിൽ ഒരു തേങ്ങ വീണാണ്. സ്റ്റിച്ചുണ്ട്. ദേഷ്യപ്പെടാനോ ബലം പിടിക്കാനോ പാടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. തലയിൽ തേങ്ങ വീണത് ശരി തന്നെ. നിന്റെ കൈക്ക് എന്ത് പറ്റി? എല്ലാ കാര്യം അറിയണല്ലേ. തലയിൽ തേങ്ങ വീണപ്പോ ഞാൻ മുന്നോട്ട് വീണു, അങ്ങനെ കൈ കൊടുക്കും. അറിയാം. അല്ല, സഞ്ചി ഉണ്ടല്ലോ. അയാളുടെ കയ്യിൽ എന്തൊരു സഞ്ചി. എന്തരാക്കാ ഇത് എവിടുന്ന സാധനമാണ്? എന്റെ അമ്മേ, വീട്ടിപ്പോ അച്ഛനെ വിളിച്ചോണ്ട് വേടാ, അവൻ ഞാൻ കാണിച്ചു കൊടുക്കാം എവിടെ നിന്നാണോ എന്നെ. എന്താണ് മാസ്റ്റർ പറ്റിയേ? എന്ത് പറ്റിയെന്ന് ആ സുശീലിനോട് ഞാൻ വിശദമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവനോട് ചെന്ന് ചോദിച്ചാൽ മതി എന്താണ് പറ്റിയത്. ഞാനൊന്ന് പോയി കിടക്കട്ടെ. സുശീല നിന്നോളൂ. നല്ല കടക്കാരുടെ കാര്യം അന്വേഷിക്കില്ല. എന്റെ അമ്മേ, എന്റെ എറണാകുളം ശിവക്ഷേത്രത്തെ എഴുന്നള്ളിപ്പിനായി കൊണ്ടുവന്ന അമ്പാടി മഹാദേവൻ എന്ന ആനയുടെ അവസ്ഥയാണിത്. കൊമ്പ് രണ്ടും വളർന്ന് സ്ഥിതി ആയതോടെ ആനയ്ക്ക് തുമ്പിക്കൈ സ്വതന്ത്രമായി ചലിപ്പിക്കാൻ പോലും അവസ്ഥയാണ്. വിശേഷങ്ങളല്ലേ ഉള്ളു. എന്ത് വിശേഷം? വാസുവിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ലേ? ഏത് വാസു? നമ്മളെ പറപ്പം വാസു. ആ വാസുവിനാരോ മെനക്ക് പെരുമാറിയിട്ടുണ്ട്. കൈ ഒടിഞ്ഞ് തലയിൽ കെട്ടൊക്കെയായിട്ടാണ് പോയേക്കണത്. ആണാ? നീ എന്ത് വർത്താനം പറയണത്? അവന്റെ തലയിൽ തേങ്ങ വീണാണല്ലോ അവൻ പറഞ്ഞത്. തേങ്ങ വീണ്. പക്ഷെ ഞാനത് വിശ്വസിച്ചിട്ടില്ല. തലയിൽ തേങ്ങണ കൈ ഒടിക്കും. തലയിൽ തേങ്ങണ കൈ ഒടിയണം എങ്ങനെ? ഇത് തന്നെയാണ് എന്റെ സംശയം. കൈ ഒടിഞ്ഞ് തലയിൽ 10-14 സ്റ്റിച്ച് വിട്ടുന്നാണ് ആള് വീട്ടിൽ പോയേക്കണത്. 14 7 അയാൾ പറഞ്ഞു. 7 അയാള് പറഞ്ഞല്ലേ. അയാള് പറഞ്ഞതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോ? എന്നാലും ഇവരിത് ഇവിടെ പോയി കയറിയത്. അത് മാത്രമല്ല, മൂത്രസഞ്ചി വരെയും പുറത്താണ്. കൈ പിടിച്ചാണ് നടക്കണത്. മൂത്രസഞ്ചിയും കൈ പിടിച്ചു. അപ്പൊ സുശീലൻ പറഞ്ഞ് ശരിയാണ്. അവൻ എവിടെയോ തീരെ കിട്ടിയിട്ടുണ്ട്. എടാ മോനെ, വന്ന് കഴിക്കേ. എടാ വേഗം വന്ന് കഴിക്കടാ. ഇതെന്ത് കഷ്ടമാണ്. എന്താടാ? അമ്മനടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ ചായ വേണ്ട പാലോന്ന്. നിന്റെ മുഖത്തിരിക്കുന്ന കണ്ണാടി എടുത്ത് മാറ്റ്, എന്നിട്ട് നോക്ക്. അപ്പൊ ചായ പാലാവും. അമ്മേ, എന്താടാ? ഇത് പുൽസയില്ലേ? ഇന്ന് പുൽസയില്ല. കഷ്ടവും. എന്റെ മെനു ഒക്കെ ഞാൻ ഇരുത്താന്നുള്ളേ. അതിന് പുൽസയിൽ ഇങ്ങനെ ഡയറ്റിന് ബാധിക്കും. അയ്യോ, ഒരു ഡയറ്റ്. നിന്നോട് ആര് പറഞ്ഞടാ ഈ പ്രായത്തിൽ വേണ്ടാത്ത പണിക്ക് പോയാ? വേണ്ടാത്ത പണിയാ. ഡയറ്റ് ചെയ്തില്ലെങ്കിൽ എന്റെ വയറിയാണ്. പിന്നെ ഒരു പെണ്ണുപോലും നോക്കൂല. കണ്ടേച്ചാലും മതി. ഷാരൂഖ് ഖാൻ അല്ലേ? ഷാരൂഖ് ഖാനൊക്കെ എന്ത് ദതിക്കും മേലെ. സൈക്കിൾ റേസ് ഒക്കെ ഉള്ളതാണ്. കപ്പ് എന്തായാലും ഞാൻ എടുക്കും. ഇതിനെ സ്റ്റാമിന വേണം. സ്റ്റാമിന. സൈക്കിൾ റേസ് എന്ന് പറഞ്ഞോണ്ട് വല്ലയിടത്തും പോയി തലയും കുത്തി വീണിട്ട് ഇങ്ങോട്ട് വന്നാ അടിച്ച് ഞാൻ പുറത്താക്കും. അതിന് ആര് വീഴാണ്? ഓടുന്നവരല്ലേ വീണത്. ഞാൻ പറക്കല്ലേ. നീ കുറെ പറക്കും.
നിനക്കുള്ള ജീരകവെള്ളം ഞാൻ ബാഗിനകത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ കൊണ്ടുപോ. വീട്ടിൽ പോയി എപ്പോൾ ഇത്തിരി കഞ്ഞി വെച്ച് കുടിക്കാനാണ്. ആശാന്റെ വീട്ടിലോട്ട് അവിടെ പോവാ. അവിടെ ആകുമ്പോ അന്നമ്മ നോക്കിക്കോളും. അടുത്ത കുരിശ് എല്ലാം പറ്റിയ ഇനി എന്ത് പറ്റാൻ? ഇനി ചേട്ടൻ എന്താ വെച്ചാൽ എനിക്കെന്നാണ് ഞാൻ എന്റെ സൈക്കിളിലാരോണ് ചോദിച്ചത്. ആ അമ്മ എന്നാ ശീലമുള്ള ഇവിടെ കിടക്കണം. എന്റെ സഞ്ചാണ് ഇത് നിങ്ങളുടെ സഞ്ചിയല്ല എന്റെയാണ്. ഇതെന്റെ അമ്മ ചീര വെള്ളം തന്നിട്ട സഞ്ചിയാണ്. മൂത്രസഞ്ചി അതുണ്ടായിരുന്നു. ഉണ്ണിയപ്പവും പോയി. അമനം വിളിക്കുമ്പോ ഞാൻ പറഞ്ഞു. കുട്ടാപ്പി നീ പൊക്കം വെച്ചല്ലോ. അച്ഛാ അച്ഛനാ മാറണം. ഓ അമ്മ പറഞ്ഞത് അല്ലാണ്ട് നിനക്കൊന്നും അറിഞ്ഞൂടാ. അല്ലാണ്ട് ഞാനെങ്ങനെ അറിയാനാണ്? കുട്ടാപ്പി പഴയ കുട്ടാപ്പി തന്നെ. RDX.